അതെന്താ അങ്ങനെ ചോദിച്ചേ? അതായത് നീ എപ്പോഴും ഫോണിലല്ലേ, പറയുന്നൊന്നും പഠിച്ചിട്ട് വരുന്നതുമില്ല. സോ ബോയ് ഫ്രണ്ട് ഉള്ളതുകൊണ്ടാണോ അങ്ങനെ? അതോ, ഞാൻ ഫോണിൽ എപ്പോഴും മിംസ് കണ്ടോണ്ടിരിക്കും. നല്ല രസം. അതിൽ ഓരോരുത്തരും ചെയ്യുന്നത്. ഓക്കെ, ഞാനത് ട്രോളിനെ കുറിച്ചാ പറഞ്ഞു. ഞാൻ മീംസ് ഒക്കെ കാണാറുണ്ട്, വളരെ നല്ലതാ, പിന്നെ റിലാക്സ് ആവും. എനിക്കറിയാവുന്ന മിംസ് പേജസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം, കാണണേ. ഓ, ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ല. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഹോസ്റ്റലിലോട്ട് പോവാൻ നിന്നെ ക്യാബ് യൂസ് ചെയ്യുന്നത്. എന്താ യൂസ് ചെയ്യുന്നു? യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് യൂസ് ചെയ്യാന്നല്ല, ഹെൽപ്പ് ചോദിക്കാം. എനിക്ക് ശരിക്കും ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവൻ തന്നെ പിക്കപ്പും ഡ്രോപ്പും ചെയ്യില്ലേ എന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ഓക്കെ. അപ്പൊ നാട്ടില് എനിക്ക് എന്റെ നാട്ടിലെന്നല്ല, ഈ ഭൂമിയിൽ തന്നെ ബോയ് ഫ്രണ്ട് ഇല്ല മിസ്റ്റർ ഷാനു. പോയാലോ? ശരി. ഓക്കെ. ബോയ് ഫ്രണ്ട് ഇല്ലാന്ന്. പോ. ഞങ്ങൾ ഒരിടത്തും പോയില്ല. ഷാനുവിന്റെ വീട് വരെ വന്നതാ. ഹലോ. ഹായ്. ഇത് ഏതായാലും വാങ്ങിയല്ലോ. എന്താ ഇവിടെ ഇരിക്കായിരുന്നല്ലോ? എനിക്ക് ഇവിടെയാ കംഫർട്ടബിൾ. ഞാനിരിക്കുന്നുണ്ടല്ലോ. എന്താണ് ഇത്രയും ലേറ്റ് ആയേ? മാച്ചിങ് മൂക്കുത്തി നോക്കുമായിരുന്നു, പക്ഷെ കിട്ടിയില്ല. മൂക്കുത്തിക്ക് വേണ്ടിയാണ് 30 ഷോപ്പിൽ കയറി ഇറങ്ങി. അത് വലിയ ലോങ് ഡ്രൈവ് ആടാ. താനോസ് സ്റ്റോൺ കണ്ടുപിടിക്കുന്നതിനേക്കാളും ഇവർക്ക് മാച്ചിങ് ഐറ്റം കണ്ടുപിടിക്കാനാ പാട്. എന്നാലും നിങ്ങൾ പെൺകുട്ടികൾ എന്തിനാ മാച്ചിങ് എന്ന് പറഞ്ഞ് ഇത്രയും വാശി പിടിക്കുന്നത്? മാച്ചിങ്ങിന് വേണ്ടി ഭ്രാന്താകുന്ന എന്തിനാന്നോ? പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് എന്താ വിചാരിച്ചേ? കണ്ണിൽ തേക്കുന്ന കൺമഷിക്ക് അഴകുണ്ട്, ചുണ്ടിൽ തേക്കുന്ന ലിപ്സ്റ്റിക്കിന് അഴകുണ്ട്, കാതിൽ തൂങ്ങുന്ന ജിമിക്കിക്ക് അഴകുണ്ട്, അഴിച്ചിട്ടിരിക്കുന്ന തലമുടിക്ക് ഒരു അഴകുണ്ട്, കഴുത്തിൽ മിന്നിത്തിളങ്ങുന്ന മാലയ്ക്ക് ഒരു അഴകുണ്ട്. ഇതെല്ലാം ഒരു പെണ്ണിട്ടിരിക്കുന്ന ഡ്രസ്സിന് മാച്ചാണെങ്കിൽ കാണുമ്പോ തന്നെ സെറ്റായിട്ട് തോന്നും. എല്ലാം ശരി തന്നെ, പക്ഷെ നീ പറയുമ്പോഴാണ് ഇതൊട്ടും ഓക്കെ അല്ലാത്തത്. നാളെ എന്തായാലും കാണുമല്ലോ. നോക്കാം. അതെ, നോക്കാം. അതൊക്കെ പോട്ടെ, അർജന്റായിട്ട് വരാൻ പറഞ്ഞ എന്തിനാ? എന്താ കാര്യം? ബാൽക്കണിയിലേക്ക് പോയാലോ? എനിക്കെന്തോ സഫിക്കേഷനായിട്ട് ഫീൽ ചെയ്യുന്നു. ഇന്ന് വൈഷ്ണവി ഞാൻ ലിഫ്റ്റിലാ. കണ്ടിന്യൂ. ഇന്ന് ലിഫ്റ്റിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ബോയ് ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോന്ന്. ഇല്ലെന്നാ പറഞ്ഞത്. അതിനാണോ ഇങ്ങനെ ഇടുന്ന് ചാടുന്നേ? അത് ഞാൻ കണ്ടുപിടിച്ച് പറയില്ലേ. എടാ, അത് മാത്രമല്ല, അരവിന്ദ് തൊട്ട് മീറ്റിംഗ് നടന്നില്ലേ? എനിക്ക് പകരം എന്തിനാ അവിനാശിനെ US അയക്കുന്ന ഞാൻ ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ നല്ല സംസാരം ഉണ്ടായി. അത് വേറെ ലെവലിലേക്ക് പോയി. ഞാൻ ഈ കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. ഭയങ്കര ടെൻഷനിലായിരുന്നടാ. ആ ഫ്രസ്ട്രേഷനിൽ ഞാൻ വൈഷ്ണവിയുടെ സ്മൈല് കണ്ടടാ. അപ്പൊ തന്നെ എന്റെ ടെൻഷനെല്ലാം മാറിപ്പോയി. ഭയങ്കരമായിട്ട് കൂളായി. അവളുടെ ചിരി ഒന്ന് വേറെ തന്നെയാ. എന്തോ മാജിക് ഉണ്ട്. എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവണമെന്ന് തോന്നുന്നു എനിക്ക്. അവളോട്ട് സംസാരിക്കാനും തോന്നുക, എന്നാൽ സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തോ ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല എനിക്ക്. പക്ഷെ ഫീലിങ്ങിന് നല്ല സുഖമുണ്ട്. വൈഷ്ണവിന്റെ മിസ്റ്റർ ഷെണോന്ന് വിളിക്കുമ്പോഴെല്ലാം 100 ഫോൺസ് ഒരേ സമയം വൈബ്രേറ്റ് ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടാവുന്ന അറിയോ? എന്താണ് നീയൊക്കെ ഇങ്ങനെ നോക്കുന്നത്? ഇതൊക്കെ കേട്ടിട്ട് ഒരു കൊച്ചു പയ്യനെ പോലെ തോന്നുന്നു. 10ലും 12ലും ഒക്കെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട അവളെ പറ്റി തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതുപോലെ ഉണ്ട് ഇവന്റെ സംസാരം കേൾക്കാൻ. എനിക്കൊരു ഡൗട്ട്. ഇവനൊരു 26-27 വയസ്സുണ്ടാവും. വൈഷ്ണവി ഫ്രഷർ അല്ലേ? 21-22 വയസ്സ് കാണും. 6 വയസ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോ വൈഷ്ണവി ഇവന് മാച്ച് ആവോ? അങ്ങനെയൊന്നും ഇല്ലടാ. ഏജും ലവും തമ്മിൽ എന്താ ബന്ധം? ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അങ്ങനെയാണോ? പെട്ടെന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണ് വന്ന് എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കൂ? ഏജ് നോക്കില്ലേ? നിന്നോട് 10ാം ക്ലാസ്സിൽ പെൺകുട്ടി വന്ന് ഐ ലവ് യു പറയാൻ എന്താടാ? നൈറ്റ് ഷാജഹാൻ മൂവി കണ്ടിരുന്നോ? ഇത്രയും വളർന്നിട്ട് കൊച്ചു പിള്ളേരെ പോലെ സംസാരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക, ഞങ്ങൾ പോയി ബിയർ എടുത്തിട്ട് വരാം. വാടാ. അതെ ഡോൺ, അധികം കുടിക്കല്ലേ? ശരി, കുറച്ചായിട്ട് അധികം കുടിക്കാം. +2 പെണ്ണായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നു. എന്താ നീ ആലോചിച്ച് നിൽക്കുന്നേ? ഏജ് ഒന്നും ഒരു മാറ്റർ അല്ല. ഏജ് മാത്രമൊന്നുമല്ല, വൈഷ്ണവി എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നിനക്ക് എന്തിന്റെ കുറവാ? ഏതൊരു പെണ്ണും നിന്നെ ഇഷ്ടപ്പെടും. ചുമ്മാ ഓരോന്ന് പറയല്ലേ. വൈഷ്ണവിക്ക് എന്നെ ഇഷ്ടപ്പെടുവോ ഇല്ലയോ? എന്തുകൊണ്ടില്ല? ജോബ് ചെയ്യുന്നുണ്ട്, നല്ലൊരു സാലറി ഉണ്ട്, നല്ലൊരാളാണ്,
ഇതില് കൂടുതൽ ഒരു പെണ്ണിന് എന്ത് വേണം? പറ്റിയ സമയം നോക്കി മനസ്സിലുള്ളത് പറഞ്ഞേക്ക്. കൂടുതലൊന്നും ആലോചിക്കാൻ പോണ്ട. ഡോണിന് ഡ്രിങ്ക്സിലൊന്നും ഒരു കൺട്രോൾ ഇല്ല. ഞാൻ താഴേക്ക് പോവാ, നീ വന്നാ മതി. ശരി. ശരി, വൈഷ്ണവിക്കൊന്ന് മെസ്സേജ് ഇട്ട് നോക്കാം. ഹായ് വൈഷ്ണവി. വേണ്ട, ഈ സമയത്ത് ശരിയാവില്ല. എന്ത് മെസ്സേജ് അയക്കുക? PDF പഠിച്ചായിരുന്നോ നീ? ചേ, ഈ സമയത്ത് ഓഫീസ് വർക്കിൻ്റെ കാര്യം. അയ്യോ, ഒരു പെണ്ണിൻ്റെ അടുത്ത് എങ്ങനെയാടാ സംസാരിക്കുന്നത്? ഓരോരുത്തന്മാർ 2-3 എണ്ണത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹൗ ബ്രോ? ഷണു, കൂടാ, നീ എന്തൊക്കെയാ കാണിക്കുന്നത്? ഒരു പെണ്ണിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഈ ടൈമിൽ ധാരാള ആദ്യ ഗ്രൂപ്പിൽ നിന്നൊക്കെ എക്സിറ്റ് ആവണം. വൈഷ്ണവി, ഹായ് വൈഷ്ണവി. ഷുവർ. ഓക്കെ. യെസ്. സിഗ്നലൊക്കെ ഉണ്ട്. ബാറ്ററി ഓക്കെ, 50% ഉണ്ട്. ഓക്കെ ഓക്കെ. എന്താ ഇനിയും വിളിക്കാത്തത്? ആളിത് എവിടെ പോയി കിടക്കുക? ഷണു, ബ്രീത്ത്. ഹലോ വൈഷ്ണവി, പറയേ. നല്ല ഉറക്കം വന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മൂടി കിടക്കുമ്പോഴാണ് തൻ്റെ മെസ്സേജ് കണ്ടത്. ഏയ് കുഴപ്പമൊന്നുമില്ല, നൈറ്റിൽ എനിക്ക് അങ്ങനെ ഉറക്കമൊന്നും വരാറില്ല. ഞാൻ ഉറങ്ങാറേ ഇല്ലെന്നേ. ഞാൻ പുതപ്പ് മൂടുന്നത് തന്നെ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാ. പറയൂ വൈഷ്ണവി. പ്രോബ്ലം എന്താ മാച്ചിങ് കിട്ടിയില്ലേ? സാരമില്ല, എനിക്കത് കുഴപ്പമൊന്നുമില്ല. ഞാനത് മാനേജ് ചെയ്തോളാവുന്നേ. അത് ഞാൻ അരവിന്ദനോട് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കിക്കോളാം. നീ സാരി എടുത്തോണ്ട് വന്നാൽ മതി. എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. ഞാൻ നോർമൽ ഡ്രസ്സിൽ വരാം. നീ അരവിന്ദനോടൊന്ന് പറയണേ പ്ലീസ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ തന്നെ പറഞ്ഞോളാം. താങ്ക് യു മിസ്റ്റർ ഷനു. വൈഷ്ണവി, നീ കഴിച്ച ഒരു മിനിറ്റ് പോലും സംസാരിക്കാൻ വയ്യ. അവൾക്ക് എന്നോട് ഒരു ഫീലിങ്സും ഇല്ല. ഷണു, നിനക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. നോ മെസ്സേജ്, നോ കോൾ. ഇവൾക്ക് ശരിക്കും ഒരു ഫീലിങ്സും ഇല്ല. ഇത് ഓഫീസ് പോലെ അല്ലല്ലോ, കല്യാണ മണ്ഡപം പോലെയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കളർഫുൾ ആയിട്ടുണ്ട്. ഒരു പോസ് കൂടി തരാം. ഇനിയോ? എല്ലാ പോസും എടുത്തു കഴിഞ്ഞില്ലേ? ഇനി എന്താ? അമർത്തി അമർത്തി വിരളും കുനിഞ്ഞു നടുവ് വേദനെടുക്കുന്നു. ഇത്രയും പോരെ? പ്ലീസ് പ്ലീസ്, ഇനി ഒരു 200 പിക്സോട് മതി. അത്രേ ഉള്ളൂ. 200ഓ? ഫേസിന്റെ മേക്കപ്പ് കുറച്ച് പോയിട്ടുണ്ടല്ലോ. മോക്കൂരൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, മേക്കപ്പ് പോയോ? നിനക്ക് വാഷ്റൂം പോയിട്ട് വരാവേ. അങ്ങനെ ഒരു ചെറിയ ഇന്റർവ്യൂ കിട്ടി. എടാ, ഈ മുണ്ട് അഴിഞ്ഞോണ്ടിരിക്കുവാടാ. ഒരു തലേ കെട്ടിക്കോ, നല്ല രസമായിരിക്കോടാ.
തന്റെ സാരി നന്നായിട്ടുണ്ട്. താങ്ക് യു. എന്റെ ബോയ് ഫ്രണ്ട് വാങ്ങിച്ചു തന്നതാ. ഈ ചെയിനും നന്നായിട്ടുണ്ട്. ഈ ചെയിനും എന്റെ ബോയ് ഫ്രണ്ട് വാങ്ങിച്ചു തന്നതാ. ഇതെന്താ ഐവോച്ച? എന്റെ ബോയ് ഫ്രണ്ട് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാ. നിന്റെ ബോയ് ഫ്രണ്ട് എവിടെ ഉള്ളേ? വൺസ് അഗെയിൻ ഹാപ്പി വരലക്ഷ്മി വ്രതം ബേബി. അളിയാ എല്ലാരും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണല്ലോ, കണ്ടില്ലേ? എടാ ഷനു, നീ എന്താ ഒരുമാതിരി ഇരിക്കുന്നത്? അവൻ അണ്ടർവെയർ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതായത് ഡെയിലി അണ്ടർവെയർ ഇട്ടിട്ട് ഒരു ദിവസം അണ്ടർവെയർ ഇട്ടില്ലെങ്കിൽ വല്ലാതെ തോന്നുന്നു. ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്, അതാ പറഞ്ഞു വന്നേ. ഈ ഇടയായിട്ട് നിന്റെ കോമഡി കുറച്ച് കൂടുന്നുണ്ട് മനോഹർ. ആ അത് തന്നെടാ, ഇവൻ ഈ ജോബിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നില്ലേ നീ? അത് മനസ്സിലാവുന്നില്ല ഇവന്. മനോഹർ, ഈ ജോലി ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഐ എം ജീനിയസ് ബില്യണർ പ്ലേ ബോയ് ആൻഡ് ഫിലന്തറപ്പിസ്റ്റ്. ഡേയ്, അത് ഫിലാൻ തെറാപ്പിസ്റ്റ് എന്നല്ല, ഫിലാന്ത്രോപ്പിസ്റ്റ്. അതെ അതെ, ഫിലന്തറപ്പിസ്റ്റ്. പക്ഷേ അളിയാ, ഈ പെമ്പിള്ളേരുടെ ഒക്കെ സൗന്ദര്യം ഇരിക്കുന്നത് ജീൻസിലോ സ്കേർട്ടിലോ ഷോർട്സിലോ അല്ല, അത് സാരിയിലോ ഉള്ളതറിയാം. അവളെ കാണാൻ കൊള്ളാല്ലേ? എനിക്ക് ആരെ നോക്കണമെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. എന്നെ നോക്കിയാ മതി. നിന്നെ പറ്റി തന്നെ പറഞ്ഞോണ്ടിരുന്ന ഹരിക, എനിക്ക് നിന്നെ അല്ലാതെ വേറെ ആരും അറിയില്ലല്ലോ. അങ്ങനെ കണ്ടു കഴിഞ്ഞാ പിന്നെ നീ ആരെയും കാണില്ല. അല്ല, ഷനുവിന്റെ ഷർട്ടിന്റെ ബ്രൈറ്റ്നെസ് ഫേസിൽ കാണുന്നില്ലല്ലോ. വൈഷ്ണവി വന്നില്ലല്ലോ. മനോഹർ, നിങ്ങളോടും കൂടിയാ. ഇനി വൈഷ്ണവിന്റെ ടോപ്പിക്ക് വേണ്ട, അത് വിട്ടേക്ക്. അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. എന്താണ് നീ പറയുന്നത്? ഇന്നലെ അവൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞ് നീ ഹാപ്പി ആയിട്ടിരുന്നേ, അതിനിടയ്ക്ക് എന്ത് പറ്റി? അത് വിടാനല്ലേ പറഞ്ഞത്, വിട്ടേക്കത്. നിന്നോട് ചോദിക്കല്ലേ, പറയടാ. അവൾക്ക് എന്നോട് ഒരു ഫീലിങ്സും ഇല്ല. ഒരു മിനിറ്റ് പോലും സംസാരിക്കാൻ തയ്യാറല്ല, ഒരു മിനിറ്റ് പോലും. രാത്രി എന്നെ വിളിച്ച് സാരി ഉടുക്കാൻ പറ്റില്ല, അരവിന്ദനോടൊന്ന് പറയണമെന്ന് പറഞ്ഞ് ഒറ്റ മിനിറ്റ് കട്ട് ചെയ്തു. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അവളുടെ കാര്യം എന്തിനാ നമ്മൾ സംസാരിക്കുന്നേ? നമ്മളൊരു ടീമല്ലേ? ഏയ്, പകുതി വഴിക്ക് വന്നവരൊക്കെ അവരുടെ വഴിക്ക് പൊക്കോളൂ. അവരെ ഓർത്ത് നമ്മൾ ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, വാ നമുക്ക് ഫോട്ടോ എടുക്കാം. എടാ എഴുന്നേക്കടാ, ഡോൺ. നീ ഫോട്ടോ എടുക്കണമെന്നല്ലേ പറഞ്ഞേ? ഞാൻ പോസ് ചെയ്യാം. ഇതാ എടുക്കും. ഈ പോസ് ഓക്കെ അല്ലേ? എന്നാ വന്നേ ഫോട്ടോ എടുക്കാം. എഴുന്നിട്ട് വാ. നന്നായിട്ടുണ്ട്. ആ ബേബി, ഞാൻ ഓഫീസിലുള്ളത്. പൂജയൊന്നും കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. പ്ലീസ് ഡാ. ഓക്കേടാ, വേഗം എടുക്കടാ, തിരിഞ്ഞേക്ക്. എടാ ഷനു, എടുക്കടാ, ഒന്ന് വേഗം എടുക്കടാ. സാരി ഉടുക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ പറ്റി? അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. അതായത് സാരി ഉടുത്ത് വരില്ലെന്ന് പറഞ്ഞാ എല്ലാവരും വഴക്കും അറിയാം, ബിൽഡപ്പ്, അത് ഇത്. അപ്പോ ഞാൻ സാരി ഉടുത്ത് വന്നാൽ എല്ലാവരും ഷോക്ക്. എങ്ങനെയുണ്ട് എന്റെ ഷോക്ക്? ഓ, അഗൈൻ സോറി. നീ ഇന്നലെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാന്നല്ലേ, അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ചാർജർ തിരഞ്ഞ് ചാർജ് ചെയ്ത് ഫോൺ ചെയ്യുമ്പോഴത്തേനും ലേറ്റ് ആയിപ്പോയി. പിന്നെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാ കോൾ ചെയ്യാതിരുന്നേ. അല്ല, എന്റെ സാരി എങ്ങനെയുണ്ട്? കൊള്ളാവോ? നീ ആദ്യം പോയി ലോഗിൻ ചെയ്യാം. ഒന്ന് പറയും മിസ്റ്റർ ഷനു. ചെല്, പോയി ലോഗിൻ ചെയ്യാം. ഗോ. ഓക്കേ. എന്റെ ശരിക്കും ഇപ്പൊ കാണാൻ നന്നായിട്ടുണ്ട്. താങ്ക് യു. എന്താ ഷാനു, വൈഷ്ണവി ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലോ. നിനക്കിപ്പോ എങ്ങനെയൊക്കെയോ ഒരു പെണ്ണ് ഇഷ്ടമായി. ഇനിയിപ്പോ അടുത്ത് എന്ത് ചെയ്യാനാ പ്ലാൻ? കൊന്നു കളഞ്ഞാലെന്ന് ആലോചിക്കുക. ആ, സൂപ്പറാ, അതാണ് പ്രണയം. ക്രേസി. ഹേ ഗൈസ്,
ഇന്ന് വരലക്ഷ്മി പൂജ ആയതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ട് ട്രഡീഷണൽ വെയറിൽ വന്നതിന് താങ്ക്സ്. അരവിന്ദ് emotional emotional ആകരുത്. ആവല്ലേ? ഓക്കെ. ഇന്ന് എല്ലാവർക്കും ഞാൻ വെജ് ലഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് തന്നെ കഴിക്കാം. വല്ല ഗെയിംസിലോ പ്ലാൻ ചെയ്യും. നമുക്ക് ഒരുമിച്ച് തന്നെ കളിക്കാമേ. ഞാനിപ്പോ വരാവേ. നമ്മുടെ ആൾക്കാരെ കാണാനില്ലല്ലോ. അടിച്ചു പൊളിക്കണം. വാ. ഓ വാ, നമ്മുടെ ഗ്യാങ്ങിന്റെ സെൽഫി എടുക്കാം. ഇപ്പൊ നോക്ക് അവന്റെ മുഖത്ത് ചിരി വന്ന എങ്ങനെയാണ്. ഒന്ന് പെട്ടെന്ന് എടുക്ക്. നോക്ക്. വൈഷ്ണവി ആ കൈമാറ്റിക്ക്. ഓക്കെ, സോറി. ഇപ്പൊ എടുക്ക്. ഏ ഏ അവന്റെ ഒരു ഓഞ്ഞച്ചിരി. മിസ്റ്റർ ഷനു, സാമ്പാർ എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് സാമ്പാറടാ, എടുത്ത് കഴിക്കേ. എടാ അവിടെ എല്ലാരും അടിച്ചു വിളിച്ചോണ്ടിരിക്കുമ്പോ നീ ഇവിടെ എന്തോ കളിച്ചോണ്ടിരിക്കുക? പ്രൊഡക്ഷൻകാർക്ക് കോഡിങ് അയച്ചോണ്ടിരിക്കുവാടാ. നീ ഷനുവിന്റെ അപ്രൂവൽ വാങ്ങിച്ചോ? ഒരു ബക്സും ഇല്ല, എല്ലാം ഞാൻ ക്ലിയർ ചെയ്തു. അപ്പൊ പിന്നെ വാ, അവിടെ എല്ലാരും പാർട്ടി എൻജോയ് ചെയ്യാ. വാ. ചെക്ക് ചെക്ക്, എല്ലാരും കഴിച്ചല്ലോ അല്ലേ? സോ ഇപ്പോ നമ്മുടെ ഫസ്റ്റ് ഗെയിം റാമ്പ് വാക്കാണ്. ഗേൾസ് റാമ്പ് വാക്ക് നടത്തും, ബോയ്സ് അതിന് മാർക്ക് ഇടണം. ശ്രദ്ധിച്ച് മാർക്ക് ഇട്ടോണേ. ഓക്കെ. Hey, super. Nice. Super. അടിപൊളി. കളിയ അരവിന്ദ്, അഡീഷണൽ തറ. എടാ അഡീഷണൽ തറ. ഓവർ ആക്ടിംഗ് ഒന്ന് നിർത്തടാ. നെക്സ്റ്റ്. മിസ്റ്റർ ഷനു. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. എന്റെ പൊന്ന് സാറേ, നിങ്ങളൊന്ന് നിക്ക്. ഷന്നു, Okay. നീ പോയി ഡാൻസ് കളിക്ക്. പോ, ഞാനൊന്നുമില്ല. മിസ്റ്റർ ഷനു, നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയോ? ഡാൻസ് അറിയാമോന്നോ? എടാ അളിയാ, പോയി ഡാൻസ് ചെയ്യും, മാനം കളയാതെ. ഏയ്, എടാ, ഷന്നു, പോടാ. Yeah, ഇല്ലില്ല. come on, you have to dance now. വാ, ഷനു. കളിക്ക്. കളിക്ക്. കളിക്കൂ. Clap, clap, clap. ദേ ഷാനു ഇവിടെയുണ്ട്. എന്താ നീ പുറത്തേക്ക് വന്നേ? ഒരു കോള് വന്നതാ. ഓക്കെ. എടാ അവിടെ എല്ലാരും നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ നീ ഇവിടെ എന്ത് ചെയ്യാ?
ഇനി നമുക്ക് പോയാലോ? അപ്പോ യോ ഡാ നമുക്ക് അരവിന്ദിന്റെ അടുത്ത് പോയി ബോട്ടിൽ വാങ്ങിയാ. ആണോ ഹരിക, ഞങ്ങൾ അരവിന്ദിന്റെ അടുത്തേക്ക് പോവാ. വന്നേക്കണേ. ഞാൻ ഭയങ്കര ടയേർഡായി. വീട്ടിൽ പോയി ഉറങ്ങാം. വൈഷ്ണവി, വീട്ടിൽ പോയാൽ ഉടനെ ദൃഷ്ടി മാറ്റണേ. നിനക്ക് അറിയാവുന്നല്ലേ ഹരിക, ഞാൻ ഹോസ്റ്റലല്ലേ നിൽക്കുന്നേ. ഓ, പോയാലോ മിസ്റ്റർ ഷാനു? സോറി, ഞാൻ ഉറങ്ങിപ്പോയി. ഹോസ്റ്റലിലെത്തിയോ? ഇല്ല, എനിക്കൊരു ഫോൺ വന്നു, അതാ നിർത്തിയേ. എന്നാ പോയാലോ? ആക്ച്വലി ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു അല്ലേ? എല്ലാവരും എൻജോയ് ചെയ്തു. ഐ റിയലി ഹാഡ് ഗുഡ് ഫൺ. അറിയോ? എന്റെ ഹോസ്റ്റലെത്തി. ഹോസ്റ്റൽ. ഓക്കെ മിസ്റ്റർ ഷനു, താങ്ക് യു. ഐ വിൽ സീ യു. വൈഷ്ണവി, ഓ മൈ ഗോഡ്, ഇപ്പൊ മിസ്റ്റർ ഷനു പ്രപ്പോസ് ചെയ്യുന്നുണ്ടല്ലോ. I want to kiss you. Huh? Kiss her?